പണ്ഡിതന്മാർ, പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സംഗമം ആഖിറത്തിലേക്കുള്ള അമലായി സ്വീകരിക്കുമാറാകട്ടെ. നിരവധി പ്രശ്നങ്ങളും പ്രയാസങ്ങളുമായി ഇവിടെ ഒരുമിച്ചുകൂടിയ എല്ലാവർക്കും അല്ലാഹു ഈ സദസ്സ് കാരണമായി പരിഹാരം നൽകുമാറാകട്ടെ. മാസത്തിൽ നടന്നുവരുന്ന സ്വലാത്ത് ഹൽഖയിലാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. സമയം വൈകാതെ കൃത്യം 10 മണിയാകുമ്പോൾ നിർത്തേണ്ടതുകൊണ്ട് തന്നെ വന്യരായ തങ്ങൾ പെട്ടെന്ന് സ്റ്റേജിൽ കയറി വരും. അതുവരെ ഒരൽപ്പം ചില കാര്യങ്ങൾ ശ്രദ്ധയിൽ ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ റമദാനാണ് വരാനിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇനി വരാനിരിക്കുന്ന സ്വലാത്ത് റമദാൻ 23-ാം രാവ് ബയാറിൽ കഴിഞ്ഞ സംഗമങ്ങളൊക്കെ ഓർക്കുന്നവരാണ് നാം. അല്ലാഹു ഇപ്രാവശ്യവും സംഗമിക്കാൻ നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. കഴിഞ്ഞ സ്വലാത്ത് ഹൽഖയിൽ ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയുണ്ടായി, ആത്മീയ വേദികളോട് നേരിടാൻ ലോകത്ത് ഒരു വൈദ്യശാസ്ത്രത്തിനും കഴിയില്ല. അതുകൊണ്ടാണ് ഡോക്ടർമാർ കൈയൊഴിച്ച വലിയ വലിയ രോഗങ്ങളൊക്കെ ഈ ആത്മീയ വേദിയിൽ ഇത് കാരണമായി അല്ലാഹു ശിഫ നൽകുന്നുണ്ട്. അതിന്റെ കാരണങ്ങളും തെളിവുകളും എല്ലാം ഞാൻ കഴിഞ്ഞ പ്രസംഗത്തിൽ ഇവിടെ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. ഇന്നും ഒട്ടനവധി രോഗികൾ, ഡോക്ടർമാര് കൈയൊഴിച്ച നൂറുകണക്കിന് ക്യാൻസർ രോഗികൾ ഈ സദസ്സിലുണ്ട്. അല്ലാഹു തആല പൂർണ്ണ ശിഫ നൽകുമാറാകട്ടെ. കഴിഞ്ഞ സ്വലാത്തിന് വന്ന് ക്യാൻസർ രോഗമാണെന്ന് പറഞ്ഞവർ ഇന്ന് ക്യാൻസർ ഇല്ല എന്ന ഡോക്ടർ റിപ്പോർട്ടുമായി വന്ന ചെറുപ്പക്കാരും ഈ സദസ്സിൽ ഉണ്ട്. അല്ലാഹു ആഫിയത്ത് ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. അത് ആത്മീയ വേദിയുടെ പവറാണ്. കഴിഞ്ഞ പ്രസംഗത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തി, പൊന്നാനിയിലും പരിസരങ്ങളിലുമൊക്കെ പ്ലേഗ് രോഗമെന്നറിയുന്ന മാരാവ്യാധി രോഗം വെളിപ്പെട്ടപ്പോൾ എല്ലാ വൈദ്യന്മാരും കൈവിട്ട സമയത്ത് ആത്മീയ നേതാവാകുന്ന മഹാനായ സൈനുദ്ദീൻ മഖ്തൂം റളിയല്ലാഹു അൻഹു അത്തരം രോഗങ്ങൾക്ക് ശമനം എന്ന നിലക്ക് മങ്കൂസ് മൗലൂദ് രചിക്കുകയും വീട് വീടാന്തരം മഹല്ലുകളിലായി സദസ്സുകളിലായി മങ്കൂസ് മൗലൂദ് പാരായണം ചെയ്ത് ദുആ ചെയ്തപ്പോൾ ഡോക്ടർമാര് കൈയൊഴിച്ച വലിയ രോഗങ്ങൾക്ക് ശമനമുണ്ടായി എന്ന് കഴിഞ്ഞ പ്രസംഗത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുന്നു, വിശുദ്ധ റമദാൻ കടന്നു വരാനിരിക്കുമ്പോൾ റമദാനിനെ കുറിച്ച് ഒരൽപ്പം പറയണമെന്ന ചിന്തയോടെ കടന്നു വന്നപ്പോഴാണ് മഹാനായ തങ്ങൾ അവർ പറഞ്ഞു, ഇന്നും സലാത്തിനെ കുറിച്ച് തന്നെ പറയണം. ഇൻഷാ അല്ലാഹ് ഞാൻ അങ്ങോട്ട് തന്നെ പോകുന്നു. ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, നമുക്ക് രക്ഷപ്പെടാനുള്ള ഒരേ ഒരു മാർഗം ലോകത്തിന്റെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ടല്ലാതെ രക്ഷപ്പെടാൻ നമുക്ക് കഴിയില്ല. കാരണം എന്തുകൊണ്ടാണ്? അല്ലാഹുവിന്റെ മുമ്പിൽ രക്ഷപ്പെടണമെങ്കിൽ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത്, ശരിക്കും മനസ്സിൽ വിശ്വാസം ഉറപ്പിച്ച് സൽപ്രവർത്തനം ചെയ്യുന്ന മുഅ്മിനീങ്ങൾ ലഹും ജന്നാ, അവർക്ക് സ്വർഗീയ തോപ്പുകൾ ഉണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ. പക്ഷേ 2 ഡിമാൻഡാണ് അവിടെ ഖുർആൻ പറയുന്നത്. ഒന്ന്, ശരിക്കും മനുഷ്യന്റെ ഖൽബിൽ ഈമാൻ ഉറക്കണം. രണ്ടാമതായി ആഖിറത്തിലേക്ക് കുറെ സൽപ്രവർത്തനങ്ങൾ ഉണ്ടാക്കി വെക്കണം. ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ,
ഏതാണ് സൽപ്രവർത്തനം എന്ന് പറയുന്നത്? നാം നിസ്കരിക്കുന്ന നിസ്കാരങ്ങളും, നാം നോക്കുന്ന നോമ്പുകളും, നാം കൊടുക്കുന്ന സദഖകളും, നാം ചെയ്യുന്ന ഹജ്ജുകളും എല്ലാം കാണുന്ന കാഴ്ചയിൽ സൽപ്രവർത്തനമാണ് എങ്കിൽ അല്ലാഹുവിന്റെ കോടതിക്ക് എത്തുമ്പോൾ അത് സൽപ്രവർത്തനം ആയിക്കൊള്ളണം എന്നില്ല. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്കൂ, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, നിസ്കാരം എന്ന് പറയുന്ന സൽപ്രവർത്തനം ചെയ്ത ഒരു വിഭാഗത്തെ സംബന്ധിച്ചാണ് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയത്. വൈലുൽ ലിൽ മുസല്ലീൻ, നിസ്കാരക്കാർക്ക് വൈലെന്ന് പറയുന്ന കഠിനമായ നരകമുണ്ട്, അല്ലെങ്കിൽ വൈലെന്ന് പറയുന്ന കഠിനമായ ശിക്ഷയുണ്ട്. ആരെ സംബന്ധിച്ചാ പറയുന്നത്? നിസ്കാരം എന്ന് പറയുന്ന സൽപ്രവർത്തനം ചെയ്തവരെ സംബന്ധിച്ച. ഏതാണ് സൽപ്രവർത്തനം? അല്ലദീന ഹും ഫീ സലാത്തിഹിം സഹൂൻ, അവരുടെ നിസ്കാരത്തിൽ അശ്രദ്ധന്മാരാണ്, ശ്രദ്ധയില്ലാത്തവരാ, അല്ലാഹുവിന്റെ ബോധത്തോടെ പ്രവർത്തിക്കാത്തവരാണ്, ചെയ്യാത്തവരാ. ഇനി നിങ്ങൾ നോക്കൂ, സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹുവിന്റെ കോടതിയിലേക്ക് എത്തുമ്പോൾ ദുനിയാവിൽ നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്ത ഒരു വിഭാഗം ആൾക്കാരെ അവിടെ കൊണ്ടുവരികയാ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിക്കുന്നു, ആദ്യമായി റബ്ബിന്റെ മുമ്പിലേക്ക് വന്ന ഒരു വിഭാഗം, അവരോട് അല്ലാഹു തആല നിങ്ങൾ എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ അവര് പറയുന്ന മറുപടി, പടച്ച റബ്ബേ, എനിക്ക് നീ ഇഷ്ടം പോലെ സമ്പത്ത് തന്നവനാ, ആ സമ്പത്തുകൾ മുഴുവനും നീ നിന്റെ പൊരുത്തത്തിന് വേണ്ടി, നിന്റെ ദീനിന് വേണ്ടി ഞാൻ ചെലവഴിച്ചിട്ടുണ്ട് റബ്ബേ എന്ന് ധനാഢ്യന്മാർ അവർ അത് ചെയ്ത സ്വതക്കയെ സംബന്ധിച്ച്, അവർ ചെയ്ത ദാനത്തിനെ സംബന്ധിച്ച് റബ്ബിന്റെ മുമ്പിൽ സമർപ്പിക്കുമ്പോൾ ദുനിയാവിൽ അവർ ചെയ്തത് നല്ല പ്രവർത്തനമാണ്, അല്ലാഹു തആല തന്ന സമ്പത്തുകളെ ദീനിന് വേണ്ടി അവർ ചെലവഴിച്ചവരാ. പക്ഷേ ആ സൽപ്രവർത്തനത്തെ റബ്ബിന്റെ മുമ്പിൽ നമ്മെപ്പോലത്തെ പാവപ്പെട്ടവർ എടുത്തു പറയുമ്പോൾ റബ്ബ് സുബ്ഹാനഹു തആല അവനോട് പറയുന്ന മറുപടി, മോനെ, നീ ഒരു ധർമ്മിഷ്ഠനാണെന്ന് ജനങ്ങൾ പറയാൻ വേണ്ടി ചെയ്തതാ. ജനങ്ങൾ അങ്ങനെ പറയുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മലക്കുകളെ, ഇവനെ ചങ്ങലയിട്ട് കെട്ടിമുറുക്കി നരകത്തിലേക്ക് വലിച്ചെറിയണമെന്ന് റബ്ബ് സുബ്ഹാനഹു തആല പറയുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രണ്ടാമതായി ഇസ്ലാമിന് വേണ്ടി പോരാടിയ രക്തസാക്ഷികളാകുന്ന ശുഹദാക്കളെ കൊണ്ടുവരുമ്പോ ആ ശുഹദാക്കളെ മുൻനിർത്തിക്കൊണ്ട് റബ്ബ് സുബ്ഹാനഹു തആല ചോദിക്കുന്ന ചോദ്യം, അല്ല നിങ്ങൾ എന്തിനു വേണ്ടി ദുനിയാവിൽ ചെയ്തിട്ടുണ്ട്? അപ്പോഴാണ് ശുഹദാക്കൾ പറയുന്ന മറുപടി, പടച്ച റബ്ബേ, ഞങ്ങൾ നിന്റെ ദീനിന് വേണ്ടി പോരാടിയവരാണ്, ഇസ്ലാമിനെ നിലനിർത്താൻ വേണ്ടി ഞങ്ങൾ ശക്തിയുക്തമായി പോരാടിയവരാണെന്ന് പറയുമ്പോ റബ്ബിന്റെ മറുപടി, നിങ്ങൾ ഇസ്ലാമിന് വേണ്ടി പോരാടിയവരല്ല, ജനങ്ങൾ നിങ്ങളെ ധീരന്മാരാണെന്നും യോദ്ധാക്കളാണെന്നും പറയണം, അതിനു വേണ്ടി നിങ്ങൾ പോരാടിയവരാണ് എന്ന് പറഞ്ഞിട്ട് റബ്ബ് സുബ്ഹാനഹു തആല മലായികത്തുകളെ വിളിച്ച് ചങ്ങലയിട്ട് നരകത്തിലേക്ക് വലിച്ചെറിയാൻ വേണ്ടി പറയുമ്പോ എന്നെ പോലത്തെ പാവപ്പെട്ട മുത്തഅല്ലിമീങ്ങളെ കൊണ്ടുവന്നിട്ട് ആ റബ്ബിന്റെ കോടതിയിൽ ചോദ്യം ചെയ്യുമ്പോൾ എന്നെ പോലത്തവൻ പറയുന്ന മറുപടി, പടച്ച റബ്ബേ, ഞാൻ ദീന് പഠിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ആ ദീന് സമുദായത്തിന് പറഞ്ഞു കൊടുക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോ അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്ന മറുപടി, എടോ, നീ ഒരു ആലിമാണെന്ന് പറയാൻ വേണ്ടിയല്ലേ അങ്ങനെ ചെയ്തത്? ജനങ്ങൾ നിന്നെക്കുറിച്ച് ആലിമാണെന്ന് പറഞ്ഞില്ലേ? മലക്കുകളെ ചങ്ങലയിട്ട് കെട്ടിമുറുക്കി നരകത്തിലേക്ക് വലിച്ചെറിയണമെന്ന് പറയുമ്പോ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനിതെന്തിനാണ് നിങ്ങളോട് പറഞ്ഞതെന്നറിയോ? ദുനിയാവിൽ ചെയ്ത നല്ല പ്രവർത്തനമാണ് സ്വതക്ക എന്ന് പറയുന്നത്. ദുനിയാവിൽ ചെയ്ത നല്ല പ്രവർത്തനമാണ് ഇസ്ലാമിന് വേണ്ടി പോരാടുക എന്ന് പറയുന്നത്. ദുനിയാവിൽ ചെയ്ത നല്ല പ്രവർത്തനമാണ് ദീനി വിളംബരം ചെയ്യുക എന്നുള്ളത്. പക്ഷേ ദുനിയാവിൽ കണ്ടതൊക്കെ നല്ലതാ, ദുനിയാവിൽ ചെയ്തതൊക്കെ നല്ലതാ. പക്ഷേ റബ്ബിന്റെ മുമ്പിലേക്ക് എത്തുമ്പോൾ ഈ പ്രവർത്തനത്തിന്റെ കാരണമായി നരകത്തിലേക്കല്ലേ വലിച്ചെറിയുന്നത്? അതുപോലെ നമ്മൾ നിസ്കരിക്കുന്നു, ആ നിസ്കാരം സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വൈലുൽ ലിൽ മുസല്ലീൻ, നിസ്കാരക്കാർക്ക് വൈലെന്ന് പറയുന്ന കഠിനമായ നരകമുണ്ട്. ചെയ്യുന്ന പ്രവർത്തനമാണെങ്കിലോ നല്ല പ്രവർത്തനമാണ്. എവിടെയാണ് ഇവിടെ ഫോൾട്ട് സംഭവിച്ചത്? ഓ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ ഒരുമിച്ച് കൂടിയ എല്ലാവരോടും ഞാൻ ചോദിക്കട്ടെ, ഈ പ്രസംഗിക്കുന്ന എനിക്ക് എന്റെ റബ്ബിന്റെ മുമ്പിലേക്ക് കൊണ്ടുപോകാൻ വളരെ ധൈര്യത്തോടെ പറയാൻ പറ്റിയ ഒരു 2 റക്അത്ത് നിസ്കാരം എന്റെ കയ്യിലുണ്ടോ? നെഞ്ചത്ത് കൈവച്ച് ചിന്തിക്കേണ്ടതാണോ? പ്രിയപ്പെട്ട സഹോദര, ഉണ്ടെന്ന് പറയാൻ ധൈര്യമില്ല. കാരണം നിസ്കാരക്കാര് പോകുന്നത് നരകമുണ്ട്, അതുപോലെ ധർമ്മിഷ്ഠന്മാര് പോകുന്ന നരകമുണ്ട്.
പണ്ഡിതന്മാര് പോകുന്ന നരകമുണ്ട്, അതുപോലെ യുക്തശാലികൾ പോകുന്ന നരകമുണ്ട്. ചെയ്ത പ്രവർത്തനങ്ങളൊക്കെ നല്ല പ്രവർത്തനങ്ങളാണ്, പക്ഷേ ദുനിയാവിൽ അത് കാണുമ്പോൾ നല്ലതാണ്, അല്ലാഹുവിന്റെ കോടതിയിൽ അത് നല്ലതായിട്ടില്ല. എന്തുകൊണ്ടാണ് റബ്ബിന്റെ കോടതിയിൽ നല്ലതാകാത്തതിന്റെ കാരണം? അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് മലക്കുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം, ആ ജിബ്രീൽ എന്ന മലക്ക് നബി തങ്ങളുടെ മുമ്പിലേക്ക് വന്നു. എന്നിട്ട് നബി തങ്ങളോട് ഇസ്ലാമിനെ സംബന്ധിച്ച്, ഈമാനിനെ സംബന്ധിച്ച് ചോദിച്ചു. എല്ലാം പരിപൂർണമായി മറുപടി നൽകിയപ്പോൾ മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജിബ്രീൽ ചോദിക്കുന്നു, മൽ ഇഹ്സാനു യാ റസൂലല്ലാഹ്, ഓ നബിയേ, നല്ല പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്താണ്? നിസ്കരിക്കുന്ന നിസ്കാരം, നോക്കുന്ന നോമ്പ്, കൊടുക്കുന്ന സക്കാത്ത്, ചെയ്യുന്ന ഹജ്ജ്, എല്ലാത്തിനെ സംബന്ധിച്ചും ജിബ്രീലിന്റെ ചോദ്യമാണ്, നബിയേ നല്ല പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്താണ്? ആഖിറത്തിൽ സ്വീകരിക്കപ്പെടുന്ന നല്ല പ്രവർത്തനം ഏതാണ്? അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മറുപടി, ഓ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഉമ്മമാരെ ചിന്തിക്കേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൻതഅബ്ദുല്ലാഹ കഅന്നക തറാഹു ഫഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. നീ നിന്റെ റബ്ബിനെ ഇബാദത്ത് ചെയ്യുമ്പോൾ, നീ നിസ്കരിക്കുമ്പോ, നോമ്പെടുക്കുമ്പോ, സക്കാത്ത് കൊടുക്കുമ്പോ, ഹജ്ജ് ചെയ്യുമ്പോ, ദിക്ർ ചൊല്ലുമ്പോ, സദഖ കൊടുക്കുമ്പോ, എല്ലാം നിന്റെ മനസ്സിലുണ്ടാകേണ്ട ഒരു ചിന്തയുണ്ട്. എന്താണ്? അൻതഅബ്ദുല്ലാഹ കഅന്നക തറാഹ്. നീ ചെയ്യുന്ന ഇബാദത്തുകൾ മുഴുവനും നീ നിന്റെ റബ്ബിനെ കാണുന്നത് പോലെ ചെയ്യേണ്ടതാണ്. നീ നിന്റെ റബ്ബിനെ കാണുന്നത് പോലെ ചെയ്യേണ്ടതാണ്. എന്റെ റബ്ബിനെ ഞാൻ അങ്ങ് കാണുന്നു എന്ന ചിന്തയോടെ പ്രവർത്തിക്കേണ്ടവരാണ്. ഫഇല്ലം തകുൻ തറാഹു, നീ നിന്റെ റബ്ബിനെ കാണുന്നില്ലെങ്കിലോ ഫഇന്നഹു യറാക്, ആ റബ്ബ് സുബ്ഹാനഹു വ തആല നിന്നെ കാണുന്നുണ്ട് എന്ന ബോധം നിന്റെ മനസ്സിൽ വേണം. അപ്പോ എപ്പോഴും ഞാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ റബ്ബ് സുബ്ഹാനഹു തആല കബൂലാക്കണോ, സ്വീകരിക്കണോ, അല്ലാഹുവിന്റെ മുമ്പിൽ വിജയം കരഗതമാക്കണോ? എന്നാൽ ചെയ്യുന്ന അമൽ റബ്ബിന്റെ മുമ്പിൽ നല്ലതാകണം. ഇവിടെ നിസ്കാരം നല്ലതാണ്, ഇവിടെ നോമ്പുകൾ നല്ലതാണ്, സക്കാത്ത് നല്ലതാണ്, ഹജ്ജ് നല്ലതാണ്. പക്ഷേ റബ്ബിന്റെ അടുക്കൽ അത് നല്ലതായില്ലെങ്കിലോ അത് കാരണമായി നരകത്തിലേക്ക് പോകേണ്ടവരാണ്. റബ്ബിന്റെ മുമ്പിൽ നല്ലതാകൽ എങ്ങനെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൻതഅബ്ദുല്ലാഹ കഅന്നക തറാഹു, നീ നിന്റെ റബ്ബിനെ കാണുന്നത് പോലെ ഇബാദത്ത് ചെയ്യേണ്ടവനാണ്. നീ റബ്ബിനെ കാണുന്നില്ലെങ്കിലോ ഫഇന്നഹു യറാക, ആ റബ്ബ് സുബ്ഹാനഹു വ തആല നിന്നെ കാണുന്നുണ്ട് എന്നൊരു ബോധം എന്റെ മനസ്സിൽ വേണം. ഞാൻ ഇവിടെ കൂടിയ ആയിരങ്ങളോട് ചോദിക്കട്ടെ, പ്രിയപ്പെട്ട സഹോദരാ, എന്റെ ജീവിതത്തിന്റെ തുടക്കം മുതൽ ഇന്നവരെ ഞാൻ എന്റെ റബ്ബ് കാണുന്നുണ്ട് എന്ന ചിന്തയോടെ ചെയ്ത ഏതെങ്കിലും ഒരു അമൽ എന്റെ കയ്യിലുണ്ടോ? എന്റെ റബ്ബ് കാണുന്നുണ്ടെന്ന ചിന്തയോടെ നിസ്കരിച്ച നിസ്കാരം എന്റെ കയ്യിലുണ്ടോ? അതുപോലെ നോമ്പുകളുണ്ടോ, സക്കാത്തുണ്ടോ, ഹജ്ജുണ്ടോ, തസ്ബീഹുണ്ടോ? എന്റെ റബ്ബ് കാണുന്നു എന്ന ചിന്തയോടെ ചെയ്ത ഒരൊറ്റ അമലും നമ്മളെ കയ്യിൽ ഇല്ല. പിന്നെ രക്ഷപ്പെടൽ എങ്ങനെയാണ്? റബ്ബിന്റെ മുമ്പിലേക്ക് കുറെ അമല് കൊണ്ടുപോകണ്ടേ? രണ്ട് ഡിമാൻഡല്ലേ വിജയിക്കാൻ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത്. വിശ്വാസം ശരിക്കും ഉറക്കണം. വഅമിലുസ് സ്വാലിഹാത്ത്, നല്ല 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 അമലുകൾ ചെയ്യണം. രണ്ട് ഡിമാൻഡുകളാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. അതിൽ സൽപ്രവർത്തനം എന്ന് പറയുമ്പോൾ ദുനിയാവിൽ മാത്രം കാണുമ്പോൾ നല്ലതായിട്ട് കാര്യമില്ല. അല്ലാഹുവിന്റെ കോടതിയിൽ അത് നല്ലതാകണം. റബ്ബിന്റെ കോടതിയിൽ നല്ലതാകണമെങ്കിലോ റബ്ബ് കാണുന്നു എന്ന ചിന്തയോടെ ചെയ്യുന്നവരാകണം. ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരാറില്ല. പിന്നെ അല്ലാഹുവിന്റെ കോടതിയിൽ എങ്ങനെ രക്ഷപ്പെടാനാ? ഒരൊറ്റ അമലും നമ്മളെ കയ്യിൽ ഇല്ല. പിന്നെ നമുക്ക് രക്ഷപ്പെടാനുള്ളത് തങ്ങളോട് പ്രസംഗിക്കാൻ വേണ്ടി പറഞ്ഞു, സ്വലാത്തു റസൂലില്ലാഹി, സ്വലാത്തു റസൂലില്ലാഹി.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്വലാത്ത്, അതാണ് നമ്മുടെ രക്ഷ. അല്ലാഹു ഇത് കാരണമായി രക്ഷപ്പെടുന്നവരിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു, ആ സ്വലാത്ത് എന്ന് പറയുന്നത് വിശദീകരിക്കാൻ കഴിയാത്തൊരു വിഷയമാണ്. നിങ്ങൾ നോക്കൂ, അല്ലാഹു കാണുന്നുണ്ടെന്ന ചിന്തയോടെ ചെയ്യണമെന്നാ ഞാൻ പറഞ്ഞത്. പക്ഷെ ഈ ഡിമാൻഡ് സ്വലാത്തിനില്ല, ഈ ഒരു ഡിമാൻഡ് സ്വലാത്തിനില്ല. സ്വലാത്ത് പാവപ്പെട്ട ഞാനങ്ങോട്ട് സ്വലാത്ത് ചൊല്ലുമ്പോൾ എന്റെ വീട്ടിലിരുന്നോ ഈ സദസ്സിലിരുന്നോ ഞാനോ നിങ്ങളോ സ്വലാത്ത് ചൊല്ലുമ്പോ അതിൽ കാണുന്നവരൊക്കെ കാണട്ടെ, ഇവരൊക്കെ ഒന്ന് കേൾക്കട്ടെ എന്ന ചിന്തയോടെ അഹങ്കാരത്തിന് വേണ്ടി, കിബിറിന് വേണ്ടി എങ്ങനെ ചൊല്ലിയാലും ഏത് നിലക്ക് ചൊല്ലിയാലും അല്ലാഹു തആല കബൂലാക്കുന്ന സ്വീകരിക്കുന്ന ഒരു അമല് ഉണ്ട്, അത് സ്വലാത്തു റസൂലില്ലാഹി. എന്തുകൊണ്ടങ്ങനെ കബൂലാക്കാനുള്ള കാരണം? ആ സ്വലാത്തിനെ എങ്ങനെ ചൊല്ലിയാലും കബൂലാക്കാനുള്ള കാരണം എന്താ? മഹത്തുക്കളായ പണ്ഡിതന്മാര് പറഞ്ഞു, ഞാൻ നിസ്കരിക്കുമ്പോ, നോമ്പെടുക്കുമ്പോ, സദഖ കൊടുക്കുമ്പോ, ദിക്ർ ചൊല്ലുമ്പോ നാഥനായ റബ്ബ് നോക്കുന്നത് എന്റെ കൽബിലേക്കാ, എന്റെ കൽബിന്റെ ചിന്ത എന്താണെന്ന് നോക്കുന്നു. നേരെ മറിച്ച് ഞാനങ്ങ് സ്വലാത്ത് ചൊല്ലുമ്പോൾ അല്ലാഹു എന്നിലേക്ക് നോക്കുന്നില്ല. പിന്നല്ല എവിടെയാ നോക്കുന്നത്? ഞാൻ സ്വലാത്ത് ചൊല്ലുമ്പോൾ എന്നെ പടച്ച റബ്ബ് എന്നിലേക്ക് നോക്കുന്നില്ല. പിന്നെ എവിടത്തേക്കാ റബ്ബ് നോക്കുന്നത്? ലോകത്തിന്റെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ പാവപ്പെട്ട നമ്മളൊക്കെ സ്വലാത്ത് ചൊല്ലുമ്പോൾ ആ സ്വലാത്ത് ചൊല്ലുന്ന വ്യക്തിയിലേക്ക് റബ്ബ് നോക്കാതെ ആരുടെ പേരിലാണോ സ്വലാത്ത് ചൊല്ലുന്നത്, ആ സ്വലാത്ത് ചൊല്ലുന്നത് മദീനയിലെ പച്ചക്കുപ്പയുടെ അടിഭാഗത്ത് വിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തിന്റെ മുത്തായ മുഹമ്മദുർ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ നോട്ടം മദീനയിലേക്കാണ്. നിങ്ങൾ ഈ സദസ്സിൽ നിന്ന് സ്വലാത്ത് ചൊല്ലുമ്പോ അല്ലാഹുവിന്റെ നോട്ടം മദീനയിലേക്കാണ് നോക്കുന്ന. ചെല്ലുന്ന എന്നിലേക്ക് നോക്കുന്നില്ല, ചൊല്ലപ്പെടുന്ന നേതാവിലേക്കാ നോക്കുന്നത്. യൂസുഫ് നബ്ഹാനി തങ്ങൾ രേഖപ്പെടുത്തുന്നു, ചൊല്ലപ്പെടുന്ന നേതാവിലേക്ക് നോക്കുന്നു. ആരവേല ചൊല്ലപ്പെടുന്നത്? ഹബീബുല്ലാഹി മുഹമ്മദുർ റസൂലുള്ളാഹ്. ചൊല്ലുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലാണ്. ആരാണ് മുഹമ്മദ് നബി തങ്ങൾ? അല്ലാഹുവിന്റെ ഹബീബ. എന്താണ് ഹബീബിന്റെ അർത്ഥം? ഞാനിവിടെ വിശദീകരിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. ബഹുമാനപ്പെട്ട അബ്ദുൽ കരീം അൽ ഹൗസാനി തങ്ങൾ അവിടുത്തെ റിസാലത്തുൽ ഖുശൈരിയിൽ എഴുതി വെച്ചത് കാണാം. ഹബീബ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, ഞാൻ ഒരാളെ ഹബീബ് എന്ന് പറയുമ്പോൾ ഞാൻ ആ വ്യക്തിയെ വല്ലാതെ സ്നേഹിക്കുന്നു എന്ന് മാത്രമല്ല, ഞാൻ ഇഷ്ടപ്പെടാത്ത കാര്യം അയാൾ ചെയ്യൂല, അയാൾ ഇഷ്ടപ്പെടാത്ത കാര്യം ഞാൻ ചെയ്യൂല. പോരാ, എപ്പോഴും അയാളെ തൃപ്തി, അയാളെ പൊരുത്തം ഞാൻ ആഗ്രഹിക്കുന്നു, എന്റെ പൊരുത്തം അയാളും ആഗ്രഹിക്കുന്നു. ഹബീബിന്റെ അർത്ഥം അങ്ങനെയാ. എന്റെ പൊരുത്തം അയാൾ ആഗ്രഹിക്കുന്നു, അയാളെ പൊരുത്തം ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ ഇഷ്ടപ്പെടുന്നതേ അയാൾ ചെയ്യുള്ളൂ, അയാൾ ഇഷ്ടപ്പെടുന്നതേ ഞാൻ ചെയ്യുള്ളൂ. ഇതാണ് ഹബീബിന്റെ അർത്ഥം. എന്നാൽ അല്ലാഹുവിന്റെ ഹബീബാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ ഹബീബാകുമ്പോ നബി തങ്ങൾ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം അല്ലാഹു ചെയ്യൂല, അല്ലാഹു ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം നബി തങ്ങളും ചെയ്യൂല. പാവപ്പെട്ട നമ്മളൊക്കെ മുസ്ലിം തങ്ങളെ മേൽ സ്വലാത്ത് ചൊല്ലുമ്പോ അല്ലാഹു തആല അത് കബൂലാക്കാതെ വലിച്ചെറിഞ്ഞാൽ അത് റസൂലുള്ളാഹിനെ വേദനിപ്പിക്കലാണ്. കാരണം അല്ലാഹുവിന്റെ ഹബീബിനെ വേദനിപ്പിക്കാൻ അല്ലാഹു അനുവദിക്കൂല. അതുകൊണ്ടാണ് മഹാന്മാര് പറഞ്ഞു, നീ എങ്ങനെ ചെല്ലിയാലും, എപ്പോ ചെല്ലിയാലും, എവിടെ ചെല്ലിയാലും, ഏതു നിലക്ക് ചെല്ലിയാലും അല്ലാഹു തആല കബൂലാക്കുന്ന, സ്വീകരിക്കുന്ന ഒരു അമലുണ്ട്, അത് സ്വലാത്തു റസൂലില്ലാഹി. നബി തങ്ങളെ മേലിൽ ചൊല്ലുന്ന സ്വലാത്ത. ഇനി നിങ്ങൾ കേൾക്കണോ പ്രിയപ്പെട്ട സഹോദര, അല്ലാഹുവിന്റെ കോടതിയിൽ ആ സ്വലാത്ത് കൊണ്ട് രക്ഷപ്പെടണം. ഇനി നിങ്ങൾ നോക്കൂ, മഹാനായ സുലൈമാനുൽ ജസൂരി തങ്ങളെ രേഖപ്പെടുത്തി വെച്ചത് കാണാം. നാളെ റബ്ബിന്റെ കോടതിയിലേക്ക് എത്തുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മുഫ്ലിസ് എന്ന പേരിൽ അറിയപ്പെടുന്ന വളരെ 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 ഫഖീറായ പാവപ്പെട്ടവർ. സ്വഹാബത്ത് ചോദിച്ചു, മനിൽ മുഫ്ലിസ് യാ റസൂലല്ലാഹ്? നബിയെ, തങ്ങൾ മുഫ്ലിസ് എന്ന് പറഞ്ഞത് ആരെ സംബന്ധിച്ചാണ്? പാവപ്പെട്ടവരാണെന്ന്, ഫഖീറാണെന്ന് പറഞ്ഞത് ആരെ സംബന്ധിച്ചാണ്? അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മറുപടി, ആ പറഞ്ഞ മുഫ്ലിസ് എന്ന് പറഞ്ഞ പാവപ്പെട്ടവർ അവർ ഫഖീറന്മാരല്ല, അവർ ഈ നാട്ടിലെ പാവപ്പെട്ടവരല്ല, അവർ വലിയ ധനാഢ്യന്മാരാണ്, വലിയ പണക്കാരാ. പിന്നെയോ
നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് ഇഷ്ടം പോലെ അമല് കൊണ്ടുവന്നവരാ. അമലുമായി വന്നവർ റബ്ബിന്റെ കോടതിയിലെത്തി അവരെ അമലുകളെ തൂക്കപ്പെടുമ്പോൾ നന്മയുടെ ഭാഗത്ത് വല്ലാത്ത ഭാരമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇത് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ആ നന്മയുടെ ഭാഗത്ത് വല്ലാത്ത ഭാരം ഇങ്ങനെ തൂങ്ങി അവരിങ്ങനെ സ്വർഗത്തിലേക്കുള്ള തയ്യാറെടുപ്പിലാകുമ്പോൾ സുബ്ഹാനല്ലാഹ്, റാത്തീബിന്റെ പത്തലിന് ക്യൂ നിൽക്കുന്നത് പോലെ ആൾക്കാരിങ്ങനെ ക്യൂ നിൽക്കുന്നു. ഒരാളിങ്ങനെ വന്നിട്ട് റബ്ബിനോട് പറയുന്നു, അല്ലാ, അയാൾ സ്വർഗത്തിലേക്കാ, എന്റെ 10 കൊല്ലത്ത് ഗീബത്ത് പറഞ്ഞ മനുഷ്യനാണ്, ആ മനുഷ്യന് കൊണ്ടോ എനിക്ക് തരണം, അത് തരാതെ പോകൂല. അപ്പോഴാണ് അല്ലാഹു തആല ഇവന്റെ നിസ്കാരത്തിന്റെ കെട്ടെടുത്ത് ആ മനുഷ്യനിക്ക് കൊടുത്തു. അയാൾ പോയപ്പോ ബാക്കിൽ വേറൊരുത്തം വന്നു, പടച്ചോനെ എനിക്കൊരു 5 കൊല്ലത്ത് തിരിക്കും തരാനുണ്ട്. അല്ലാഹു തആല ഇവന്റെ നോമ്പിന്റെ കെട്ടെടുത്ത് ഓനിക്കും കൊടുത്തു. അങ്ങനെ ആൾക്കാരിങ്ങനെ 10 ക്യൂ നിൽക്കുന്നത് പോലെ ആൾക്കാരിങ്ങനെ വരുന്നു. ഇവന്റെ നിസ്കാരം തീർന്നു, നോമ്പ് തീർന്നു, സക്കാത്ത് തീർന്നു, ഹജ്ജ് തീർന്നു, എല്ലാം ഇവന്റെ തീർന്നു. പക്ഷെ ആൾക്കാർ തീർന്നിട്ടില്ല. പിന്നെന്ത് ചെയ്യും? അവസാനം അവർ ആ വന്നവരുടെ തെറ്റിന്റെ കെട്ടെടുത്തിട്ട് ഇവന്റെ പരടിയിലേക്ക് വെച്ചു കൊടുക്കും. ഇവന്റെ നന്മകളൊക്കെ കൊടുത്തു തീർന്നു, ആൾക്കാർ തീരുന്നില്ല. ഇങ്ങനെ ആൾക്കാർ വന്നുകൊണ്ടേയിരിക്കുകയാ. അപ്പോഴതാ വന്നവരുടെ ആൾക്കാർക്ക് നല്ലത് കൊടുക്കാനില്ലാതിരിക്കുമ്പോൾ അവരുടെ തെറ്റെടുത്തിട്ട് ഇവന്റെ പരടിയിലേക്ക് വെച്ചു കൊടുക്കുകയാണ്. ഓ പ്രിയപ്പെട്ട സഹോദര, നമ്മളെ നാട്ടിൽ ആരൊക്കെ നമ്മളെന്തൊക്കെ പറയും, നമുക്ക് വേണ്ടാറാന്നില്ലേ? ആരെങ്കിലും പറയും നമുക്ക് 100ൽ ചൂടാകുന്നില്ലേ? ഞാൻ പറയുന്നു, നമ്മളെ നാട്ടിൽ നന്നായി നിസ്കരിക്കുന്ന ഒരാള് എന്നെ പറ്റി കുറ്റം പറയുമ്പോൾ ഞാൻ അൽഹംദുലില്ലാഹ് പറയണം, പടച്ചോൻ എന്റെ ഒരു നിസ്കാരം ഏതായാലും ഇല്ല, ഓൻ 5 വക്ത് ജമാഅത്തായിട്ട് നിസ്കരിക്കുന്നില്ല, പടച്ചോന്റെ കോടതിക്ക് എത്തുമ്പോൾ എനിക്ക് കിട്ടി എന്നെ. ഒരു 4-5 പ്രാവശ്യം ഹജ്ജിന് പോയവന് ആചാറ് എന്നെ പറ്റി ഇങ്ങനെ കുറ്റം പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം എന്താ, എനിക്ക് ഒരു ഹജ്ജിന് പോകാൻ കഴിഞ്ഞിട്ടില്ല, ഇയാളെ 5 ഹജ്ജ് എനിക്ക് നാളെ മാസ്റ്റർന്ന് കിട്ടി എന്നെ. നമുക്കാർക്കും വിഷമം വേണ്ട, ആർക്കും ബേജാറ് വേണ്ട. ആര് കുറ്റം പറഞ്ഞാലും പറഞ്ഞോട്ടെ, നീ അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞോ, പറയുന്നവരൊക്കെ പറയട്ടെ, എനിക്ക് അവൻ അമലൊക്കെ നാളെ മാസ്റ്റർന്ന് എനിക്കാ. ഓ പ്രിയപ്പെട്ട സഹോദര, ഇവിടെ നമ്മളെ മറ്റാൾ പറയുമ്പോൾ നമ്മൾ സന്തോഷിക്കേണ്ടത്, നേരത്തെ നമ്മൾ പറഞ്ഞാലോ നമ്മൾ അമലൊക്കെ മറ്റൊരുത്തനിക്ക് കൊടുക്കേണ്ടതാ. അള്ളാഹുവിന്റെ കോടതിക്കെത്തുമ്പോൾ നമ്മളെ അമലുകൾ മുഴുവനും മറ്റൊരുത്തനിക്ക് കൊടുക്കേണ്ടി വരും. അള്ളാഹു നമ്മളെ സലാമത്താക്കി തരുമാറാകട്ടെ. നാക്കിന്റെ പ്രവർത്തനം സാധാരണ പ്രവർത്തനമല്ല. അത്തരം പ്രവർത്തനം ചെയ്തവർ റബ്ബിന്റെ കോടതിക്കെത്തുമ്പോൾ അവർ കൈമരിഞ്ഞവരാണ്, പാവപ്പെട്ടവരാണ്, അവർ ഫഖീറാണ്. ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി. എന്നാൽ ഈ സംഭവം വിശദീകരിച്ചുകൊണ്ട് മഹത്തുക്കളായ ആരിഫീങ്ങൾ പറഞ്ഞു, ഓ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നാൽ ഇവന്റെ എല്ലാ അമലുകളും എടുത്തു കൊടുക്കുമ്പോൾ ഇവൻ ഗീബത്ത് പറയപ്പെട്ടവര്, നമീമത്ത് പറഞ്ഞവർ, ആ കുറ്റം പറഞ്ഞവര് മുഴുവനും ലൈനായി ഇങ്ങനെ വന്നിട്ട് ഇവന്റെ നിസ്കാരങ്ങള്, നോമ്പുകള്, സക്കാത്തുകള്, ഹജ്ജുകള്, ദിക്റുകള്, തസ്ബീഹുകള് ഓരോന്ന് വാങ്ങിക്കൊണ്ടുപോകുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാം അതാ മറ്റുള്ളവർക്ക് കൊടുത്തു തീർന്നു. എന്നാൽ അവിടെ മഹാന്മാരാകുന്ന പണ്ഡിതന്മാര് രേഖപ്പെടുത്തുകയാണ്, ആ അമലുകളൊക്കെ കൊടുത്തു തീർക്കുമ്പോൾ അല്ലാഹു തആല മറ്റൊരാൾക്ക് കൈമാറാതെ, അതാ ഞാൻ ചെയ്ത നിസ്കാരം കൊടുത്തു, നോമ്പ് കൊടുത്തു, സക്കാത്ത് കൊടുത്തു, ഹജ്ജ് കൊടുത്തു, എല്ലാം കൊടുത്തപ്പോ എന്റെ റബ്ബ് മറ്റൊരാൾക്ക് കൊടുക്കാത്തൊരമലുണ്ട്. എന്റെ അമലിൽ നിന്ന് മറ്റൊരാൾക്ക് അല്ലാഹു കൊടുക്കാത്തൊരമലുണ്ട്. എന്റെ തുലാസിൽ തന്നെ നിശ്ചയിപ്പിക്കപ്പെടുന്ന ഒരു അമലുണ്ട്. അതേതാണ്? അത് സ്വലാത്തു റസൂലില്ലാഹ്. മഹത്തുക്കളായ പണ്ഡിതന്മാരവരെ കിതാബിൽ രേഖപ്പെടുത്തുകയാണ്, എന്റെ നിസ്കാരങ്ങളും ഹജ്ജുകളൊക്കെ മറ്റുള്ളവർക്ക് അങ്ങനെ കൊടുത്തു തീർക്കുമ്പോ റബ്ബിന്റെ കോടതിയിൽ ഒരാൾക്കും കൊടുക്കപ്പെടാത്ത എന്റെ ഒരമലുണ്ട്. അത് സ്വലാത്തു റസൂലില്ലാഹി. എന്തിനേറെ പറയണം, മഹത്തുക്കളായ പണ്ഡിതന്മാര് വിശദീകരിച്ചത് കാണാം. നന്മതിന്മകൾ തൂക്കപ്പെടുന്ന തുലാസിന്റെ മുമ്പിൽ പോയി നമ്മളത് ആ തുലാസിന്റെ മുള്ളിലേക്ക് നോക്കുകയാണ്. ആ തുലാസിന്റെ മുള്ളിലേക്ക് നോക്കിയിട്ടതാ പൊട്ടിക്കരയുന്നു, കൈകാലുകൾ കിട്ട് വറക്കുകയാണ്. സുബ്ഹാനല്ലാഹ്.
അപ്പോഴതാ ഇവന്റെ തിന്മകൾ അധികരിക്കുകയാണ്, ഇവന്റെ നന്മകൾ കുറയുകയാണ്, ഇവന്റെ കയ്യിൽ അമലുകൾ കാണുന്നില്ല. ഇവനെ നരകത്തിലേക്ക് കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇവന് തുലാസിന്റെ മുമ്പിൽ ഇങ്ങനെ പൊട്ടിപ്പൊട്ടിക്കരയുമ്പോ മഹത്തുക്കളായ പണ്ഡിതന്മാര്, സുലൈമാനുൽ ജസൂലി തങ്ങളെ പോലോത്ത മഹാന്മാർ അവരെ കിതാബിൽ എഴുതി വെച്ചത് കാണാം. അതാ തിന്മകൾ ഇങ്ങനെ അധികരിച്ചു പോയി, നന്മകൾ തീരെ ഇല്ലാതെ വിഷമിക്കുന്ന ഘട്ടമാണ്. അപ്പോഴാണ് ഇവന്റെ തുലാസിന്റെ മുമ്പിലേക്ക് അതാ സുന്ദരനായ സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ ഇവന്റെ തുലാസിന്റെ മുമ്പിലേക്ക് വരുന്നു. ഇവനാണെങ്കിൽ പൊട്ടിക്കരയുകയാണ്, കണ്ണീരൊലിപ്പിക്കുകയാണ്, കൈകാലുകൾ കിടുകിട്ട് വറക്കുകയാണ്. ആ ചെറുപ്പക്കാരൻ വന്ന് തുലാസിന്റെ മുമ്പിൽ നിൽക്കുന്നു. അവിടുത്തെ കമീസിലേക്ക് ഇങ്ങനെ കൈകടത്തുന്നു, എന്തോ ഒരു സാധനം കീസെന്നെടുക്കുന്നു. എന്നിട്ടതാ നന്മയുടെ തുലാസിലേക്ക് വെച്ചുകൊടുക്കുന്നു. അവന്റെ നന്മയുടെ തുലാസ് വളരെ വളരെ ഭാരമുള്ളതാകുന്നു. അവനതാ സ്വർഗത്തിലേക്ക് കടക്കുന്നു. ആരാണ് വന്ന സുന്ദരനായ സുമുഖനായ ചെറുപ്പക്കാരൻ? അതാണ് ലോകത്തിന്റെ ഹബീബ് മുഹമ്മദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ. ആ മുത്തുനബി തങ്ങൾ വന്നിട്ട് ഇവന്റെ നന്മയുടെ തുലാസിലേക്ക് ഒരു സാധനം വെച്ചു കൊടുത്തില്ലേ? എന്താണ് വെച്ചുകൊടുത്ത സാധനം? സുലൈമാനുൽ ജസൂലി തങ്ങൾ വിശദീകരിക്കുകയാ. ആ വെച്ചുകൊടുത്ത സാധനമുണ്ടല്ലോ, അത് സ്വലാത്തു റസൂലില്ലാഹി. പ്രിയപ്പെട്ട സഹോദരാ, റബ്ബിന്റെ മുമ്പിലെത്തുമ്പോ പരാജയപ്പെട്ടവര് രക്ഷപ്പെടുന്നത് അതേ തുലാസിന്റെ തിന്മകൾ അധികരിച്ചിട്ട് പോലും നബി തങ്ങൾ ഒരു സാധനം നിക്ഷേപിച്ചുകൊണ്ട് അതാ വിജയം കരഗതമാക്കിയവർ നാളെ റബ്ബിന്റെ കോടതിയിലെത്തിയാൽ നമ്മൾക്ക് വിജയിക്കാനുള്ളത് സ്വലാത്തു റസൂലില്ലാഹി. ഓ പ്രിയപ്പെട്ട സഹോദരാ, ആ മുത്തുനബി തങ്ങളുടെ പേരിൽ എത്രയാണോ കഴിയുന്നത് അത്രയും സ്വലാത്ത് അധികരിപ്പിക്കുന്നവരാകണോ, സ്വലാത്തിന്റെ ഖാദിമീങ്ങളായി തീരണോ. ഓ പ്രിയപ്പെട്ട ഉമ്മമാരെ, വിശുദ്ധ റമദാൻ വരാനിരിക്കുകയാണ്. ഒരു 5-8 ദിവസം അങ്ങ് കഴിയുമ്പോ വിശുദ്ധ റമദാൻ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്നു. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഉമ്മമാരോട്, എന്റെ വാല് കേൾക്കുന്ന എല്ലാ ചെറുപ്പക്കാരോട്, രക്ഷിതാക്കളോട് ഇൻഷാ അല്ലാഹ് വിശുദ്ധ റമദാനിനെ നന്നായി സ്വീകരിക്കുന്നവരാകണം. ഇൻഷാ അല്ലാഹ് കൃത്യമായി നോമ്പെടുക്കുന്നവരാകണം. വെറുതെ നോമ്പെടുത്തിട്ട് കാര്യമില്ല, നാക്കിനെ വളരെ ജാഗ്രതയോടെ സൂക്ഷിക്കുന്നവരാകണം. അതേ നോമ്പുകാരൻ നാക്കുകൊണ്ട് ഗീബത്ത് പറയരുത്, നാക്കുകൊണ്ട് നമീമത്ത് പറയരുത്, നാക്കുകൊണ്ട് കുറ്റം പറയരുത്. അവന്റെ നാക്കിനെ വളരെ വളരെ ഗൗരവത്തോടെ അവൻ സൂക്ഷിക്കുന്നവരാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എത്രയെത്ര നോമ്പുകാരാണ്, പക്ഷേ പട്ടിണി ഇരുന്നിട്ട് എന്തേ കാര്യമല്ലതുമുണ്ടോ? അവര് പട്ടിണിയാണ്, മറ്റുള്ളവരെ കുറ്റം പറയുന്നവരാണ്. പ്രിയപ്പെട്ട സഹോദരാ, നോമ്പുകാലത്ത് നാവിനെ ജാഗ്രതയോടെ സൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ കൂടിയവരോട് ഒന്നും കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, എന്റെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങൾക്കും റമദാനിന്റെ നോമ്പുണ്ടാകണം. എന്റെ കണ്ണിന് നോമ്പുണ്ടാകണം, എന്റെ ചെവിക്ക് നോമ്പുണ്ടാകണം, എന്റെ നാക്കിന് മൂക്കിന് കാലിന് കൈക്ക് ശരീരത്തിന്റെ ഓരോരോ ഭാഗങ്ങൾക്ക് നോമ്പുണ്ടാകണം. അതുകൊണ്ട് പറയട്ടെ, നാക്കുകൊണ്ട് ഹറാമ് സംസാരിക്കരുത്, ചെവി കൊണ്ട് ഹറാമ് കേൾക്കരുത്, കണ്ണുകൊണ്ട് ഹറാമ് കാണരുത്. റമദാനിന് ഒരു മാസക്കാലം ഓ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, നമ്മളെ വീട്ടിലുള്ള ടെലിവിഷൻ ഒന്ന് ബന്ധാക്കി വെച്ചോ. ആ ടെലിവിഷനെ കണ്ണുകൊണ്ട് കാണുന്നതിന് പകരമായി ആ പരിശുദ്ധ ഖുർആന് കയ്യിലെടുത്തൊന്ന് നോക്കൂ. ഖുർആന് നന്നായി ഒന്ന് പാരായണം ചെയ്യൂ. കണ്ണിനെ ഹറാമിനെ തൊട്ട് സൂക്ഷിക്കുന്നവരാകണം, കൈകൊണ്ട് ഹറാമ് പ്രവർത്തിക്കാത്തവരാകണം, കാലുകൊണ്ട് ഹറാമിലേക്ക് നടക്കാത്തവരാകണം, പള്ളിയിലേക്ക് ഹറാമിന്റെ ഭക്ഷണം കടത്താത്തവരാകണം. എല്ലാ നിലക്കും ശരീരത്തിന്റെ ഓരോരോ ഭാഗങ്ങൾക്ക് നല്ല നിലക്ക് നോമ്പ് കൊടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഓ പ്രിയപ്പെട്ട സഹോദരാ, ആ വിശുദ്ധ റമദാനിൽ അതേ കഴിവിന്റെ പരമാവധി ഖത്മുകൾ അധികരിപ്പിക്കുന്ന
അറിയുന്നവരാകണം. ഖുർആൻ ഇറങ്ങിയ വർഷമാണല്ലോ വിശുദ്ധ റമദാൻ, ആ ഖുർആനിന്റെ വാർഷികമാണല്ലോ വിശുദ്ധ റമദാൻ. എത്രയാണോ കഴിയുന്നത് കഴിവിന്റെ പരമാവധി ഖത്മുകൾ അധികരിപ്പിക്കുന്നവരാകണം. ഓതാൻ അറിയാത്ത ഉപ്പമാരുണ്ടോ, ഓതാൻ അറിയാത്ത വയസ്സായ ഉമ്മമാരുണ്ടോ, അവരോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. പലപ്പോഴും ഖുർആൻ നോക്കി ഓതാൻ അറിയാത്തവര്, യാസീൻ മനപ്പാടമുള്ളവരുണ്ടാകും. അവരോട് പറയട്ടെ ഉമ്മമാരെ, ഓതാൻ അറിയാത്ത വയസ്സായവരുണ്ടെങ്കിൽ അവരോടും പറയട്ടെ, യാസീൻ മനപ്പാടം അറിയുന്നവര് എത്രയാണോ കഴിയുന്നത് അത്രയും യാസീൻ ഓതി തീർത്തോ. അതും അറിയാത്തവര് ഫാത്തിഹ ഓതാൻ അറിയുന്നവരില്ലേ, ആ ദിവസത്തിലൊരു 100 ഫാത്തിഹ ഓദിക്കോ. റമദാൻ 30 ആകുമ്പോൾ ഒരു 3000-ഓളം ഫാത്തിഹ, അതല്ലെങ്കിൽ ഒരു 100 ഖുൽ ഹുവല്ല സൂറത്ത്. അതറിയാത്തവര് നമ്മളെ കൂട്ടത്തിൽ ഇല്ലല്ലോ. ഖുർആൻ ഓതാൻ അറിയുന്നില്ലെന്ന് പറഞ്ഞ് സമയം